അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 കൂടിയുള്ള 17 ശ്ലോകങ്ങളാണ് ഇന്ന് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. സൂത ഉവാച സുദ്യുമ്നേതു ദിവം യാതേ രാജ്യം ചക്രേ പുരൂരവാം സഗുണശ്ച സുരൂപശ്ച പ്രജാരഞ്ജനതൽപരാ പ്രതിഷ്ഠാനേ പുരേ രമ്യേ രാജ്യം സർവനമസ്കൃതം ചകാര സർവധർമ്മജ്ഞ പ്രജാരക്ഷണതൽപരാ മന്ത്ര സുഗുപ്തസ്തസ്യാസീൽ പരത്രാഭിജ്ഞതാ തഥാ സദൈവോത്സാഹശക്തിശ്ച പ്രഭുശക്തിസ്തഥോത്തമാ സാമദാനാദയഃ സർവേ വശഗാസ്തസ്യ ഭൂപതേ വർണ്ണാശ്രമാൻ സ്വധർമ്മസ്ഥാൻ കുർവൻ രാജ്യം ശശാസഃ യജ്ഞാംശ്ച വിവിധാംശ്ചക്രേ സ രാജാ ബഹുദക്ഷിണാൻ ദാനാനി ച പവിത്രാണി ദദാവധ നരാധിപ തസ്യ രൂപഗുണൗദാര്യശീലദ്രവിണവിക്രമാൻ ശ്രുത്വോർവശീ വശീഭൂത ചകമേ തം നരാധിപം ബ്രഹ്മശാപാഭിതപ്താ സാ മാനുഷം ലോകമാസ്ഥിത ഗുണിനം തം നൃപം മത്വാ വരയാമാസ മാനിനി സമയം ചേദൃശം കൃത്വാ സ്ഥിതാ തത്ര വരാംഗനാ ഏതാവുരണകൗ രാജന്യസ്തൗ രക്ഷസ്വ മാനദ ഘൃതം മേ ഭക്ഷണം നിത്യം നാന്യൽ കിഞ്ചിൽ നൃപാശനം നേക്ഷേ ത്വാം ച മഹാരാജ നഗ്നമന്യത്ര മൈഥുനാൽ ഭാഷാബന്ധസ്ത്വയം രാജൻ യദി ഭഗ്നോ ഭവിഷ്യതി തദാ ത്യക്ത്വാ ഗമിഷ്യാമി സത്യമേതൽ ബ്രവീമ്യഹം അംഗീകൃതം ച തദ്രാജ്ഞാ
കാമിന്യാ ഭാഷിതം തുയൽ സ്ഥിതാ ഭാഷണബന്ധേന ശാപാനുഗ്രഹകാമ്യയാ രേമേ തദാ സഭൂപാലോ ലീനോ വർഷഗണാൻ ബഹൂൻ ധർമ്മകർമാദികം ത്യക്ത്വാ ചോർവശ്യാ മദമോഹിത ഏകചിത്തസ്തു സഞ്ജാതസ്തന്മനസ്കോ മഹീപതി ന ശശാക തയാ ഹീന ക്ഷണമപ്യതിമോഹിത ഏവം വർഷഗണാന്തേ തു സ്വർഗസ്ഥ പാകശാസന ഉർവശീം നാഗതാം ദൃഷ്ട്വാ ഗന്ധർവാനാഹ ദേവരാട് ഉർവശീമാനയധ്വംഭോ ഗന്ധർവാ സർവ ഏവ ഹി ഹൃത്വോരണൗ ഗൃഹാത് തസ്യ ഭൂപതേ സമയേ കില ഉർവശീരഹിതം സ്ഥാനം മദീയം നാദിശോഭത്തെ യേന കേനാപ്യുപായേന താമാനയത കാമിനിം ഇത്യുക്താസ്തേധ ഗന്ധർവാ വിശ്വാവസു പുരോഗമാ തതോ ഗത്വാ മഹാഗാഢേ തമസി പ്രത്യുപസ്ഥിതേ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 17 കൂടിയുള്ള ആ 17 ശ്ലോകങ്ങളാണ് ഇന്ന് ഭാഷാഗാനമായി മലയാള തർജ്ജമയായി സംഗീതരൂപത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുദ്യുമ്നനു ശേഷം രാജാവായി പ്രജാരഞ്ജകനാം സഗുണസുന്ദരനാകും പുരൂരവസ. സർവധർമ്മമറിയുന്ന പ്രജാരക്ഷാതൽപരനാം സർവജ്ഞനാം രാജൻ പുരൂരവസുതാനും. രമ്യമായ പ്രതിഷ്ഠാന പുരത്തിങ്കൽ താമസിച്ചു സർവരും പുകഴ്ത്തും വിധം രാജ്യം ഭരിച്ചു. കാര്യാലോചനകളെല്ലാം രഹസ്യമായി സൂക്ഷിച്ചു ശത്രുജ്ഞാനം വേണ്ടവണ്ണം അറിഞ്ഞദ്ദേഹം. ഉത്സാഹിയായി ഉത്സാഹിയായുത്തമമാം പ്രഭുശക്തിയോടെ രാജൻ തൻ്റെ രാജ്യം വേണ്ട പോലെ ഭരിച്ചുവല്ലോ. സാമദാനാദികളാലും 4 ഉപായങ്ങളെയും ഭരണത്തിൽ വേണ്ട പോലെ ഉപയോഗിച്ചു. തനിക്കു അനുരൂപമാം വർണ്ണാശ്രമധർമ്മങ്ങളെ സ്വീകരിച്ചു വേണ്ട പോലെ രാജ്യം ഭരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഏറെ ദക്ഷിണ നൽകേണ്ട യജ്ഞങ്ങളെ ചെയ്തു രാജൻ, ഏറെ ദാനങ്ങളും ചെയ്തു പുരൂരവസും. പുരൂരവസിന്റെ ശീലം സൗന്ദര്യം ഉത്തമ ഗുണം, പരാക്രമം അത്യുത്തമം ധനസഞ്ചയം. കേട്ടറിഞ്ഞ സ്വർഗനാരി ഉർവശിയോ ഇദ്ദേഹത്തിൽ അത്യധികം കാമമുള്ളവളായി മാറിനാൻ.
ശാപം കൊണ്ടു മനുഷ്യലോകത്തിലേക്കു എത്തിയവൾ ശക്രതുല്യൻ രാജാവിനെ വെളി കഴിച്ചു. സുന്ദരിയാമുർവശിയോ ശപഥത്തെ ചെയ്തു ആദ്യം, ശ്രേഷ്ഠനായ മഹാരാജൻ എന്നെ ശ്രദ്ധിക്കൂ. എന്നോട് ഈ ആട്ടിൻകുട്ടികൾ രണ്ടിനെ അവിടുന്നു എത്രയും ശ്രദ്ധയെ നൽകി പാലിച്ചിടേണം. നെയ്യോ മാത്രമല്ലോ എൻ്റെ നിത്യഭക്ഷണമെന്നതും മറ്റൊന്നുമെനിക്കു വേണ്ട എന്നുമറിയൂ. മൈഥുന നേരത്തിലല്ലാതങ്ങയെ ഞാൻ നഗ്നനായി മറ്റൊരു സമയത്തിലും കാണാൻ പാടില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈ വ്യവസ്ഥ ലംഘിക്കുകിൽ രാജാവേ ഞാൻ മടങ്ങിടും. ഇക്കാര്യം അക്ഷരാർത്ഥത്തിൽ നിത്യസത്യം താൻ. കാമിനിയാമവളുടെ വാക്കു കേട്ടു രാജൻ ഏറ്റു. ശാപമോക്ഷത്തെയും കാത്ത് അവളിരുന്നു. കാമിനിയാമവളുടെ വാക്കു രാജൻ സമ്മതിച്ചു. ശാപമോക്ഷത്തെയും കാത്ത് അവളിരുന്നു. രാജധർമ്മങ്ങളും പിന്നെ കർമ്മങ്ങളും ഉപേക്ഷിച്ചു. രാജൻ അവൾക്കൊപ്പം ഏറെ കാലം രമിച്ചു. മനസ്സു ഉർവശീമയമായി രാജൻ അതിനാലെ മറ്റു കാര്യങ്ങളെ ചിന്തിക്കാനായതില്ല. മാലിനിയിൽ മോഹിതനായി അവളെ കൂടാതെ ഒരു ക്ഷണം പോലും കഴിയുവാൻ സാധിക്കാതായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശാപകാലം കഴിഞ്ഞിട്ടും ഉർവശി തിരിച്ചെത്തില്ല. ശക്രൻ വിളിച്ചു വരുത്തി ഗന്ധർവന്മാരെ. ആ രാജന്റെ കൊട്ടാരത്തിൽ പോയിടണം നിങ്ങളിപ്പോൾ. ആട്ടിൻകുട്ടികളെ അപഹരിച്ചിടണം. അല്ലയോ ഗന്ധർവന്മാരെ, ഉർവശിയുമുണ്ടവിടെ. അവളെയും നിങ്ങൾ കൊണ്ടുവന്നിടവേണം. ഉർവശിയില്ലാത്ത ലോകം, ശോഭയില്ലാത്തതായി കഷ്ടം. ഉപായത്തെ സ്വീകരിച്ചു വേണ്ടതു ചെയ്യൂ. ഇതു കേട്ടു ഗന്ധർവന്മാർ ഊരിരുട്ടു പരന്നപ്പോൾ വിശ്വാവസു ഒത്തു അവർ യാത്രയുമായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം
ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. മഹാദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ലോകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ആ അമ്മയുടെ കൃപാ കടാക്ഷങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വീണ്ടും ശിരസ്സു കുനിക്കുന്നു. ഇന്ന് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 17 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തും ഭാഷാഗാനമായും ഇപ്പോൾ പ്രഭാഷണത്തിലൂടെയും അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കുന്നത്. പുരൂരവസ്സും ഉർവശിയും തമ്മിലുള്ള കഥ അതാണ് സൂതൻ ഈ അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ പറഞ്ഞു, സുദ്യുമ്നൻ ആ ദേവീ പ്രസാദം കൊണ്ട് മുനികൾക്ക് പോലും ദുർലഭമായ പരമമായ ദിവ്യമായ സ്ഥാനത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാണ് 12-ാമത്തെ അധ്യായം ഇന്നലെ നമ്മൾ സമർപ്പിച്ചത്. ഇന്ന് ആ സുദ്യുമ്നൻ ഭഗവാന്റെ അല്ലെങ്കിൽ അമ്മയുടെ ലോകത്തിലേക്ക് എത്തിയപ്പോൾ സുദ്യുമ്നേതു ദിവം യാതേ, ദിവംഗതനായപ്പോൾ, നമ്മൾ ദിവംഗതൻ എന്ന് പറയുന്നത് ആ ആകാശത്തിലേക്ക് പോയി അല്ലെങ്കിൽ മരിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് പറയുക. ഇവിടെ ആ സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിയപ്പോൾ യാതേ രാജ്യം ചക്രേ പുരൂരവ, ഈ രാജ്യഭരണം പുരൂരവസ് ഏറ്റെടുത്തു. സഗുണശ്ച സുരൂപശ്ച പ്രജാരഞ്ജന തൽപര. എന്തൊക്കെയാണ് പുരൂരവസിൻ്റെ കേമത്തങ്ങൾ എന്ന് പറയുന്നത്? അവിടെ ഏറ്റവും ഉത്തമമായ ഗുണങ്ങളുള്ള സഗുണങ്ങൾ ചേർന്നിട്ടുള്ള, അതേപോലെ തന്നെ രൂപസൗന്ദര്യമുള്ള, പ്രജകളെ തൻ്റെ പ്രവൃത്തി കൊണ്ട് രഞ്ജിപ്പിക്കുന്ന, അതിൽ താല്പര്യമുള്ള പുരൂരവസ് രാജ്യഭാരമേറ്റു. പ്രതിഷ്ഠാനേ പുരേ രമ്യേ, പ്രതിഷ്ഠാനപുരത്തിൽ വസിച്ചും കൊണ്ട് മനോഹരമായിട്ടുള്ള ആ രാജ്യം സർവനമസ്കൃതം ആണ്. ഇവിടെ എല്ലാവരും നമസ്കരിക്കുന്ന പുകഴ്ത്തുന്ന ആ രാജ്യം ചകാര സർവധർമ്മജ്ഞ പ്രജാരക്ഷണ തൽപര, പ്രജാരഞ്ജന തൽപര എന്ന് ആദ്യം പറഞ്ഞു. ഇപ്പോൾ പ്രജകളെ രക്ഷിക്കുന്നതിൽ താല്പര്യമുള്ള, ധർമ്മങ്ങളൊക്കെ അറിയുന്ന അദ്ദേഹം ഈ പ്രതിഷ്ഠാനപുരത്തിലിരുന്നു കൊണ്ട് ഏവരും പുകഴ്ത്തുന്ന തരത്തിൽ, എല്ലാവരും ആദരിക്കുന്ന തരത്തിൽ, നമസ്കരിക്കുന്ന തരത്തിൽ രാജ്യം ഭരിച്ചു എന്ന് പറയുന്നു. മന്ത്ര സുഗുപ്തസ്യാസീൽ പരത്രാഭിജ്ഞതാ തഥാ സദൈവോത്സാഹശക്തിശ്ച പ്രഭുശക്തിസ്തഥോത്തമ. പിന്നെ എന്തൊക്കെയാ അദ്ദേഹത്തിൻ്റെ കേമത്തം? കാര്യാലോചനകൾ, മന്ത്രാലോചനകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് ഗുപ്തമായി വെച്ചിരുന്നു. ശത്രുക്കളെക്കുറിച്ച് ശരിയായ അറിവ്, പരത്രാഭിജ്ഞത തഥാ, അതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എപ്പോഴും ഉത്സാഹമുള്ളവനായിരുന്നു. ഉത്തമമായ പ്രഭുശക്തി ഉള്ള ആളുമായിരുന്നു പുരൂരവസ്. ആളുകളെയൊക്കെ നിയന്ത്രിക്കാൻ, അവരെയൊക്കെ വേണ്ട പോലെ കൊണ്ടു നടക്കാൻ ഒക്കെ കഴിയുന്ന ആ പുരൂരവസ്. സാമദാനാദയ സർവേ വശഗാസ്തസ്യ ഭൂപതേ. സാമം, ദാനം, ഭേദം, ദണ്ഡം, ചതുരുപായങ്ങൾ എന്നാണ് പറയുക. ഇത് എല്ലാം വേണ്ടതുപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഭരണകാര്യത്തിൽ. പിന്നെയോ വർണ്ണാശ്രമാൻ സ്വധർമ്മസ്ഥാൻ, തനിക്ക് അനുരൂപമായിരിക്കുന്ന ആ വർണ്ണാശ്രമധർമ്മങ്ങളെ സ്വീകരിച്ചും കൊണ്ട് രാജ്യം ശശാസഹ, രാജ്യത്തെ അദ്ദേഹം ഭരിച്ചു. പിന്നെന്ത് ചെയ്തു? യജ്ഞാംശ്ച വിവിധാംശ്ചക്രേ സ രാജാ ബഹുദക്ഷിണാൻ ദാനാനി ച പവിത്രാണി ദദാവധ നരാധിപ. നരാധിപൻ, ഈ രാജാവ് യജ്ഞങ്ങളൊക്കെ നടത്തി. എങ്ങനെയുള്ള യജ്ഞങ്ങൾ? ധാരാളം ദക്ഷിണ നൽകേണ്ടുന്ന പലതരത്തിലുള്ള യജ്ഞങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു. പുണ്യപ്രദങ്ങളായിരിക്കുന്ന ദാനാനിച്ച പവിത്രാണി, പവിത്രമായിരിക്കുന്ന ദാനങ്ങളും അദ്ദേഹം, ആ നരനാഥൻ അല്ലെങ്കിൽ ആ നരാധിപൻ, സാക്ഷാൽ രാജാവ് വേണ്ട പോലെ നടത്തി. ഇങ്ങനെ തസ്യ രൂപഗുണൗദാര്യ ശീലദ്രവിണ വിക്രമാൻ ശ്രുത്വോർവശീ വശീഭൂത ചകമേതം നരാധിപം.
ഈ നരാധിപനെ, ഈ പുരൂരവസ്സിനെ ഉർവശി കാമിച്ചു എന്ന് പറയുന്നു. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ രൂപം, ഗുണം, ഔദാര്യം, ശീലം, ധനം, പരാക്രമം. രൂപ, ഗുണ, ഔദാര്യ, ശീല, ദ്രവിണ വിക്രമാൻ. ദ്രവിണം എന്ന് പറഞ്ഞാൽ ധനം. അപ്പം ഇതൊക്കെ കേട്ടറിഞ്ഞ് വശീകൃതയായിട്ട് തീർന്നു ഉർവശി. അങ്ങനെ അദ്ദേഹത്തെ കാമിച്ചു. ബ്രഹ്മശാപാഭിതപ്താസ മാനുഷം ലോകമാസ്ഥിത. ബ്രഹ്മശാപം കൊണ്ട് മനുഷ്യജന്മം എടുക്കേണ്ടി വന്നു. മനുഷ്യലോകത്തിലേക്ക് എത്തി ഉർവശി. മിത്രാവരണന്മാരാണ് ശപിച്ചത് എന്ന് മറ്റൊരു പുരാണത്തിൽ കാണുന്നു. ഏതായാലും ഗുണിനം തം നൃപം മത്വ, ഏറ്റവും ഗുണവാനാണ് ഈ രാജാവ് എന്ന് വിചാരിച്ച് ആ രാജാവിനെ അവൾ ഭർത്താവായിട്ട് സ്വീകരിച്ചു എന്ന് പറയുന്നു. നൃപം മത്വ, ഗുണിനം തം നൃപം മത്വ വരയാമാസ മാനിനി. സമയം ചേദ്യഷം കൃത്വ സ്ഥിത തത്ര വരാംഗന ഏതാ ഉരണഗൗരാജന്യസ്തൗ രക്ഷസ്വമാനത. ഒരു ശപഥം അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ടാണ് ഈ ഉർവശി പുരൂരവസനെ വിവാഹം ചെയ്തത്. എന്താ പറഞ്ഞത്? സുന്ദരിയായ അവൾ, വരാംഗന സുന്ദരിയായ ആ ഉർവശി തൻ്റെ ഭർത്താവിനോടൊത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുവിൻ്റെ മാനത്തെ കെടുത്തുന്ന ഈ രാജാവിനോട് പറയാണ്, ഹേ മാനദ രക്ഷസ്വ. എന്തിനെ രക്ഷിക്കണം എന്നാ പറയണത്? ഏതാവുരണകൗ, ഈ 2 ആട്ടുംകുട്ടികളെ അങ്ങ് രക്ഷിക്കണം. 3 നിർദ്ദേശങ്ങളാണ്, 3 ഉപാധികളാണ് വെച്ചത് എന്നാണ് പറയുന്നത്. അടുത്ത ഉപാധി എന്താ? ഘൃതം മേ ഭക്ഷണം നിത്യം. ഉർവശി പറയുകയാണ്, ഞാൻ നെയ്യ് മാത്രമേ കഴിക്കുള്ളൂ നിത്യവും. നാണ്യൽ കിഞ്ചിൽ നൃപാശനം. രാജാവേ, മറ്റൊന്നും തന്നെ ഭക്ഷണം ഞാൻ സ്വീകരിക്കില്ല. നേക്ഷേത്വാം ച മഹാരാജ. അതേപോലെ തന്നെ, അല്ലയോ മഹാരാജാവേ, നഗ്നമന്യത്ര മൈഥുനാൽ. ആ മൈഥുനത്തിൻ്റെ സമയത്തല്ലാതെ അങ്ങയെ നഗ്നനായിട്ട് കാണാൻ പാടില്ല. കിടപ്പുമുറിയിൽ, ശയ്യാമുറിയിൽ മാത്രമേ അങ്ങയെ നഗ്നനായിട്ട് കാണാൻ പാടുള്ളൂ. അല്ലാതെ കണ്ടാൽ, ഈ ആട്ടുകുട്ടികളെ നഷ്ടപ്പെട്ടാൽ, ഞാൻ മറ്റു ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ ഒക്കെ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോവും എന്ന ഒരു ഉപാധിയോടുകൂടിയിട്ടാണ് ഉർവശി ആ ഉർവീശനായിരിക്കുന്ന രാജാവിനെ വിവാഹം ചെയ്തത് എന്ന് പറയുന്നു. രാജാവിനോട് പറഞ്ഞു, ഭാഷാബന്ധസ്ത്വയം രാജൻ യതി ഭഗ്നോ ഭവിഷ്യതി. ഈ വാഗ്വ്യവസ്ഥ, ഭാഷാബന്ധം, അത് അങ്ങ് തെറ്റിച്ചാൽ ഞാൻ തഥാ ത്യക്വാഗമിഷ്യാമി സത്യമേതൽ ബ്രവീമ്യഹം. ഞാൻ അപ്പം തന്നെ അങ്ങയെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവും, ഇത് സത്യമാണ് എന്ന് പറയുന്നു. അംഗീകൃതം ച തദ്രാജ്ഞ കാമിന്യാ ഭാഷിതം തുയൽ സ്ഥിത ഭാഷണബന്ധേന ശാപാനുഗ്രഹ കാമ്യയ. കാമിനിയായ ആ സുന്ദരിയായ ഉർവശി പറഞ്ഞതൊക്കെ രാജാവ് സമ്മതിച്ചു. ആ വാഗ്വ്യവസ്ഥയിൽ, ആ ഭാഷാബന്ധത്തിൽ അല്ലെങ്കിൽ ഉർവശിയാകുന്ന ബന്ധനത്തിൽ പെട്ടുപോയി. അങ്ങനെ ആ വാഗ്വ്യവസ്ഥയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ രാജാവ് എപ്പോഴെങ്കിലും ശാപമോക്ഷം കിട്ടും എന്ന് വിചാരിച്ച് ശാപാനുഗ്രഹ കാമ്യയ ഉർവശി, ശാപമോക്ഷം കാത്ത് ഉർവശിയും കഴിഞ്ഞു. അങ്ങനെ രേമേ തദാസ ഭൂപാലോ ലീനോ വർഷഗണാൻ ബഹൂൻ ധർമ്മകർമാധികം ത്യക്ത്വാ ചോർവശ്യാമദമോഹിത. അങ്ങനെ രാജധർമ്മങ്ങളും കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു. എന്താ കാരണം? ഈ മതമോഹിതയായിരിക്കുന്ന, മതം കൊണ്ട് എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ ഉർവശിയെ കണ്ടിട്ട് രാജാവ് ഉർവശിയോടുകൂടി ചേർന്ന് അനേകം വത്സരങ്ങൾ, വർഷഗണാൻ ബഹൂൻ, അതിൽ ആ ലീനനായി രമിച്ച് ജീവിച്ചു എന്ന് പറയുന്നു. ഏകചിത്തസ്തു സഞ്ജാതസ്തന്മനസ്കോ മഹീപതി ന ശശാക തയാഹീന ക്ഷണമപ്യതിമോഹിത. ഉർവശിയില്ലാതെ ഒരു ക്ഷണം പോലും കഴിയാൻ അശക്തനായി മാറി പുരൂരവസ്. മനസ്സ് ഏകചിത്തസ്തു, ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ. എന്താ അത്? ഉർവശി, ഉർവശി എന്നുള്ളത് മാത്രം. അപ്പം അതുകൊണ്ട് ആ രാജാവിന് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല, ഉർവശിയെ മാത്രം. അതിമോഹം കൊണ്ട്, ക്ഷണം അപ്യതിമോഹിത,
ഒരു ക്ഷണം പോലും ഈ ഉർവശിയെ വിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല അദ്ദേഹത്തിന്. അത്രയും ഉർവശിയോട് വല്ലാത്ത കാമമായിരുന്നു ഈ പുരൂരവസിന്. ഏവം വർഷഗണാന്തേതു സ്വർഗസ്ഥ പാകശാസന ഉർവശീം നാഗതാം ദൃഷ്ട്വാ ഗന്ധർവാനാഹ ദേവരാട്. ആ ദേവേന്ദ്രൻ ഉർവശി തിരിച്ചു വരുന്നില്ല, ശാപകാലം കഴിഞ്ഞു. പക്ഷേ ഉർവശീം നാഗതാം ദൃഷ്ട്വാ വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ സ്വർഗവാസിയായ ദേവേന്ദ്രൻ ഗന്ധർവന്മാരെ വിളിച്ചു. പാകശാസനൻ എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ, ദേവരാട്ട്. അപ്പോൾ സ്വർഗവാസിയായ ആ പാകശാസനൻ ദേവേന്ദ്രൻ ഗന്ധർവാനാഹ ഗന്ധർവന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉർവശീമാനയധ്വംഭോ ഗന്ധർവ സർവ ഏവ ഹി ഹൃത്വോരണൗ ഗൃഹാത്തസ്യ ഭൂപതേ സമയേ കില. ആ രാജാവിൻ്റെ ഗൃഹത്തിൽ തക്കം നോക്കി ചെന്ന് ആ ആട്ടുംകുട്ടികളെ അപഹരിച്ച് കൊണ്ടുവരണം. ഗന്ധർവന്മാരെ, നിങ്ങളെല്ലാവരും കൂടി ആട്ടുംകുട്ടിയെ മാത്രമല്ല അതിസുന്ദരിയായ ദേവസുന്ദരിയായ ഉർവശിയെ കൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണം. അതിന് എന്ത് ഉപായം ചെയ്താലും വിരോധമില്ല, ഉർവശി ഇവിടെ എത്തണം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ദേവേന്ദ്രൻ ഈ ഗന്ധർവന്മാരോട് പറയുകയാണ്, ഉർവശീരഹിതം സ്ഥാനം മദീയം നാതിശോഭത്തെ യേന കേനാപ്യുപായേന താമാനയത കാമിനി. ഉർവശീരഹിതം സ്ഥാനം മദീയം നാതിശോഭത്തെ എന്ന് ദേവീഭാഗവതത്തിൽ ഈ പ്രഥമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകമായിട്ട് പറയുന്നു. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിലാണ് ഇതേ രീതിയിലുള്ള ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപശ്യൻ ഉർവശീമിന്ദ്രോ ഗന്ധർവാൻ സമചോദയൽ ഉർവശീരഹിതം മഹ്യമാസ്ഥാനം നാതിശോഭത്തെ. ഉർവശീരഹിതം സ്ഥാനം മദീയം നാതിശോഭത്തെ എന്നാണ് ദേവീഭാഗവതത്തിലെങ്കിൽ, ഭാഗവതത്തിലോ അവിടെ പറയുകയാണ് ഉർവശീരഹിതം മഹ്യമാസ്ഥാനം നാതിശോഭത്തെ എന്ന് പറയുന്നു. എന്തായാലും ദേവേന്ദ്രൻ ഇത് പറഞ്ഞു, ഉർവശിയില്ലാത്ത എൻ്റെ സ്ഥാനത്തിന് ലോകത്തിന് ഒട്ടും തന്നെ ഭംഗിയില്ലാതെയായിരിക്കുന്നു, ശോഭയില്ലാതെയായിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഉപായത്തിൽ തസ്മാൽ കേനാപ്യുപായന മനകൃഷ്ണേന വേഷയിൽ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഇവിടെ പറയുകയാണ് ഏന കേനാപ്യുപായേന താമാനയത കാമിനിയും. ഒന്ന് ആത്മീയതയിലേക്കുള്ള ഒരു വഴിയാണ്, ഇവിടെ ഇത് ഭോഗലാലസതയിലേക്കുള്ള വഴിയാണ്. ഇത്യുക്താസ്തേധ ഗന്ധർവ വിശ്വാവസു പുരോഗമാ തതോ ഗത്വാ മഹാഗാഢേ തമസി പ്രത്യുപസ്ഥിതേ. ദേവേന്ദ്രൻ്റെ വാക്ക് കേട്ടിട്ട് ഗന്ധർവന്മാരെന്ത് ചെയ്തു? വിശ്വാവസു പുരോഗമാ, വിശ്വാവസുവിനെ മുൻനിർത്തിയിട്ട് അവിടെ മഹാഗാഢേ തമസി പ്രത്യുപസ്ഥിതേ, കൂരിരുട്ട്, ലോകത്ത് മുഴുവൻ വല്ലാത്തൊരു ഇരുട്ട് പരന്ന സമയത്ത് അവിടെ നിന്നും തതോ ഗത്വ, അവിടുന്ന് അവരിതാ പുറപ്പെട്ടു എന്ന് പറയുന്ന 17-ാമത്തെ ശ്ലോകത്തോടു കൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 18-ാമത്തെ ശ്ലോകം മുതൽ നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ,
ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല ഭദ്രേ അത്ഭുതമാം ലീല ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.